KP റോസമ്മയുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് എത്രത്തോളം പ്രതീക്ഷ കൊണ്ട് വെച്ചാണ് നിങ്ങൾ പോകുന്നത്? കഴിഞ്ഞ 2 ചർച്ചയും തീർത്തും പരാജയമായിരുന്നു. ഇത്തവണ വിവിധ യൂണിയനുകളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ചർച്ചയെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ ചർച്ച സമവായത്തിലെത്തി ഈ ഉപവാസം തീർപ്പാക്കണമെന്നും അനിശ്ചിതകാല സമരം തുടരാതെ ഞങ്ങളെ വീട്ടിലേക്ക് ഈ അവസരത്തിൽ വിടണമെന്നും. ഇത് ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ഈ 21,000 രൂപ നൽകണം, പ്രതിദിന വേതനം 700 ആക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ 5 ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലല്ലേ? അങ്ങനെ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഞങ്ങളെ അംഗീകരിച്ചു, അതായത് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവ് നടപ്പാക്കണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പം മുഴുവൻ എന്ന് പറയുമ്പം സംസാരിക്കട്ടെ, ചർച്ച നടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്ത് വേണം. എന്തായാലും ചർച്ചയിലേക്ക് പോകുമ്പോൾ ഈ സമരക്കാരുടെ 21,000 എന്ന് പറയുന്ന ആവശ്യം, അതിലൊക്കെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നൊരു ആലോചന കൂടി ഇപ്പോൾ സമരക്കാർക്കിടയിലും നടക്കുന്നുണ്ട്. ഇവരെ കേൾക്കാൻ തയ്യാറാകുക, ഇവരുടെ പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നൽകുക, അതോടൊപ്പം തന്നെ ഈ വേതനത്തിൻ്റെ കാര്യത്തിൽ ഒരു വർധനവ്, ഇപ്പോൾ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു വർധനവ്, ഈ 21,000 എന്ന വർധനവ് ഉണ്ടായില്ല എങ്കിൽ കൂടി ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടായാൽ സമരം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ഇവർ തയ്യാറായിരിക്കും. എന്തായാലും 3 മണിവരെ എന്താകും തീരുമാനമെന്നറിയാൻ കാത്തിരിക്കണം. മധു.